ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റുഡൻറ് മാർക്സ് എൻ്റർ ചെയ്തിട്ട് പെർസെൻറ്റേജും ഗ്രേഡും പ്രിന്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം ടു ഇൻപുട്ട് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ആൻഡ് ഗ്രേഡ് അക്കോർഡിംഗ് ടു ഗിവൺ കണ്ടീഷൻസ്. ഇഫ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, grade A. If percentage greater than or equal to 80, grade B. If percentage greater than or equal to 70, grade C. If percentage greater than or equal to 60, grade D. If percentage greater than 40, grade E. If percentage less than 40, grade F. അതായത് നമ്മളോട് 5 സബ്ജക്ട്സിന്റെ മാർക്ക് ഇൻപുട്ട് ആയിട്ട് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ. എന്നിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നേക്കുന്ന കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഗ്രേഡ് പ്രിന്റ് ചെയ്യണം. നമുക്ക് ഇവിടെ ഓർക്കുക, പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രേഡ് അല്ല പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കും. ടോട്ടൽ മാർക്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്പർ ഓഫ് സബ്ജക്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. ആ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഗ്രേഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം, പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ എന്തായിരിക്കും? 100 ആയിരിക്കും. പെർസെൻറ്റേജ് 90 അബോവ് ആണെങ്കിൽ ഗ്രേഡ് എ ആയിരിക്കും. പെർസെൻറ്റേജ് 80 അബോവ്, ഇവിടെ ഈ രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 90 അബോവ് അല്ലെങ്കിൽ മാത്രമേ 80ലേക്ക് വരത്തുള്ളൂ. അതായത് 80 to 89 അത്രയും പെർസെൻറ്റേജ് എവിടെ വരും? ഗ്രേഡ് ബിയിൽ വരും. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള മാർജിൻ 70 to 80 ഗ്രേഡ് സി ആയിരിക്കും. 60 to 69 ഗ്രേഡ് ഇ ആയിരിക്കും. ദെൻ 40 to 59 ഗ്രേഡ് ഇ ആയിരിക്കും. അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പെർസെൻറ്റേജ് ആണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഡിവിഷൻ ആണ് വരുന്നത്. അപ്പൊ ഡിവിഷൻ വരുമ്പോൾ അവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ല, കാരണം സ്വിച്ചിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കമ്പാരിസൺ നടക്കത്തില്ല. ഓക്കെ, അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയൊന്നും സ്വിച്ചിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒരു റേഞ്ച് ഒന്നും സ്വിച്ചിൽ നോക്കാനായിട്ട് പറ്റത്തില്ല. ഫിക്സഡ് വാല്യൂ ആയിട്ടുള്ള കമ്പാരിസൺ മാത്രമേ സ്വിച്ചിൽ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇഫ് എൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതാനായിട്ട് പോകുന്നത്. അതിന്റെ അൽഗോരിതം നമുക്കൊന്ന് നോക്കാം. ഇവിടെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഇൻപുട്ട് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ഇൻ സം വേരിയബിൾ, സേ ഫിസിക്സ്, PHY, CHEM, ബയോ, മാത്ത് ആൻഡ് കംപ്. അതായത് 5 സബ്ജക്ട്സ് സ്റ്റോർ ചെയ്യാനായിട്ട് വേരിയബിൾസ് എടുക്കുക. അവർ വേരിയബിൾസിന് പേര് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് വേരിയബിൾസിന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അവർ തന്നിട്ടുണ്ട്. ആദ്യം ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 5 കൊണ്ടല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 5.0 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഡിവിഷൻ വരുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പം മാർക്സും ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മാർക്ക് ഇൻറ്റീജറും ആയിട്ടാണ് എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ 5.0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ടൈപ്പ് കൺവേർഷന്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കണ്ടീഷൻസ് നോക്കിക്കൊണ്ട് ഗ്രേഡ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഗ്രേഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രിന്റ് ഗ്രേഡ് എന്ന് കൊടുക്കുക. ഇഫ് പെർസെൻറ്റേജ് ഇസ് നോട്ട് മോർ ദാൻ 90, ദെൻ ചെക്ക് റിമൈനിങ് കണ്ടീഷൻസ് മെൻഷൻഡ് ആൻഡ് പ്രിന്റ് ഗ്രേഡ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി പ്രോഗ്രാം എഴുതി തുടങ്ങാം. അപ്പൊ നമ്മൾ കോഡ് എഴുതി തുടങ്ങുവാണ്. നമുക്ക് ആദ്യമേ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാം. stdio.h. അടുത്ത ഹെഡർ ഫയൽ എന്ന് പറയുന്നത് conio.h ആണ്. അത് നമ്മൾ ആഡ് ചെയ്തു. void മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി അതിന്റെ അകത്ത് എന്താണ്? വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. അപ്പൊ നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർക്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ M1, M2, M3 എന്ന് പറഞ്ഞുകൊണ്ട് 5 വേരിയബിൾ എടുക്കാം. അതല്ല ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പേര് കൊടുത്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് മാർക്സിന്റെ വേരിയബിളിന്റെ പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സബ്ജക്റ്റിന്റെ പേരിന് അനുസരിച്ചിട്ടുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, then ബയോളജി, പിന്നെ
മാത്സ് ദെൻ കമ്പ്യൂട്ടർ. ഷോർട്ടായിട്ട് വേരിയബിളിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റിൻ്റെ മുഴുവൻ പേരും നമ്മൾ എടുത്തിട്ടില്ല. ഇനി അടുത്തത് എന്താണ്? CLR CR സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് പറയുന്നത് മാർക്സ് നമുക്ക് എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ യൂസറിനോട് നമ്മൾ പറയാണ് എൻ്റർ ദ മാർക്സ് എന്ന് പറയാണ്. എൻ്റർ ദ മാർക്സ് നമുക്ക് പറയാണ്. ഇനി ഓർഡർ വേണമെങ്കിൽ ഓർഡർ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റുഡൻറ്റിന് എൻ്റർ ചെയ്യുന്ന മാർക്സിന്റെ ഓർഡർ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി മാർക്സ് എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം ഓരോ മാർക്സ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം നമ്പേഴ്സ് റീഡ് ചെയ്യാം. സ്കാൻഎഫിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഡി നമ്മൾ ഇൻറ്റീജർ വേരിയബിൾ ആണ് എടുത്തിരിക്കുന്നത്. പെർസെൻറ്റേജ് ഡി 5 തവണ 5 മാർക്സ് എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ 5 തവണ കൊടുക്കുക. ദെൻ കോമ ഇട്ടിട്ട് ആദ്യം എൻ്റർ ചെയ്യുന്ന മാർക്ക് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. രണ്ടാമത് എൻ്റർ ചെയ്യുന്നത് കെമിസ്ട്രി എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. മൂന്നാമതുള്ളത് ബയോ എന്ന് പറയുന്ന വേരിയബിളിലേക്ക്, അടുത്തത് മാത്സ് എന്നുള്ള വേരിയബിളിലേക്ക്, അഞ്ചാമത്തത് കമ്പ്യൂട്ടർ എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, 5 മാർക്സ് നമുക്ക് റീഡ് ചെയ്ത് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പെർസെൻറ്റേജ് PR എന്ന പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മുന്നേ പെർസെൻറ്റേജിനുള്ള വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അത് ഡിക്ലെയർ ചെയ്യണം. പിന്നിൻ്റെ താഴെ നമ്മൾ ഫ്ലോട്ട് എന്ന് കൊടുത്തിട്ട് PR എന്ന് കൊടുത്തു. അത് ഫ്ലോട്ടിൽ കൊടുക്കാൻ കാരണം ഡിവിഷൻ വരുന്നത് കൊണ്ടാണ്. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ ടോട്ടൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുത്തു. ടോട്ടൽ എന്നുള്ള വേരിയബിൾ കൊടുത്തിട്ട് നമുക്ക് ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കാം, എന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇസ് ഈക്വൽ ടു ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് ബയോളജി പ്ലസ് മാത്സ് പ്ലസ് കമ്പ്യൂട്ടർ. നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഡിവൈഡഡ് ബൈ 5. ഇപ്പോൾ ഇതൊരു ഡിവൈഡഡ് ബൈ വരുന്നതുകൊണ്ട് ഡിവിഷൻ ആണ്. ഡിവിഷൻ ആകുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കിട്ടുന്ന റിസൾട്ട് ഫ്ലോട്ട് ആയതുകൊണ്ട് നമ്മളിവിടെ 5.0 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അല്ലെങ്കിൽ ടൈപ്പ് കൺവേർഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. 5.0 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് പെർസെൻറ്റേജ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ പ്രിന്റ് ചെയ്യുക. പെർസെൻറ്റേജ് F ആണ്. നമുക്ക് എക്സാക്ട്ലി 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0.2 കൊടുത്തിട്ട് F എന്ന് എഴുതി, ദെൻ കോമ ഇട്ടിട്ട് PER ആ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ മാർക്സ് റീഡ് ചെയ്തു, ടോട്ടൽ കണ്ടുപിടിച്ചു, പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു, പെർസെൻറ്റേജിന്റെ വാല്യൂ നമ്മൾ ഇന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇനിയുള്ളത് എന്താണ്? ഗ്രേഡ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രേഡ് പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് കമ്പാരിസൺ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്തു, ദെൻ പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 90 ആണെങ്കിൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് ഗ്രേഡ് എ അല്ലെ, ഗ്രേഡ് എ. ഓക്കെ, അടുത്തത് ഇതല്ല. എൽസ് ഇഫ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ, 90 അല്ല 80ക്ക് 90ക്ക് ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യുക? പ്രിന്റ് ഗ്രേഡ് ബി. ഓക്കെ, അടുത്തത് ഇതുമല്ല എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക 80ക്കും 70ക്കും ഇടയ്ക്കാണോ എന്ന് ചെക്ക് ചെയ്യുക. പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ ചെക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണെങ്കിൽ എന്ത് കൊടുക്കുക? പ്രിന്റ് ഗ്രേഡ് സി എന്ന് പ്രിന്റ് ചെയ്യുക. അടുത്ത എന്താണ്? 70ക്കും അല്ലെങ്കിൽ നമുക്ക് 40ക്കും 70ക്കും ഇടയ്ക്കാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം എൽസ് ഇഫ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണ് നമ്മൾ നോക്കുന്നത്.
പ്രിന്റ് ഗ്രേഡ് ഡി. ഗ്രേഡ് പ്രിന്റ് ചെയ്തു. ഇതൊന്നും അല്ല, 40ലും താഴെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? ഗ്രേഡ് എന്തായിരിക്കും? എഫ് ആയിരിക്കും. പ്രിന്റ് ഗ്രേഡ് എഫ്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇഫിന്റെ ബ്രാക്കറ്റ്, ഫ്രണ്ട് ബ്രാക്കറ്റ് വേണ്ട, കാരണം ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ദെൻ പ്രോഗ്രാം കഴിഞ്ഞു. നമുക്ക് ഗെറ്റ് CH സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. മൊബൈലിലാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് CHന്റെ ആവശ്യം വരുന്നില്ല. ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. മാർക്സ് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് മാർക്സ് എൻ്റർ ചെയ്യാം. 90, 97, 96, എല്ലാം 90 ആയിട്ട് തന്നെ കൊടുത്തു നോക്കാം. ദെൻ 92, 94. അപ്പം പെർസെൻറ്റേജ് 93.80 വന്നിട്ടുണ്ട്. ഗ്രേഡ് എ എന്ന് വന്നിട്ടുണ്ട്. ഗ്രേഡ് താഴത്തെ ലൈനിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് താഴത്തെ ലൈനിലേക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുക്കുക. അപ്പം അത് തൊട്ട് താഴത്തെ ലൈനിൽ ഗ്രേഡ് പ്രിന്റ് ചെയ്തോളൂ. നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ, റൺ. എൻ്റർ ദ മാർക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു റേഞ്ചിലുള്ള മാർക്ക് കൊടുക്കാം. 87, 76, 88, 81, 82, പെർസെൻറ്റേജ് 82.80, ഗ്രേഡ് ബി. ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും മാർക്സ് ഇൻറ്റീജർ ആണ്, പക്ഷെ പെർസെൻറ്റേജ് ഫ്ലോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ വരുമ്പോൾ നമുക്കറിയാം ഫ്ലോട്ടിലേക്ക് മിക്കവാറും വരത്തുള്ളൂ. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഗ്രേഡും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫെയിൽ എന്നുള്ളൊരു കണ്ടീഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാർക്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 30, 23, 15, 29, 38. പെർസെൻറ്റേജ് 27 ആണ് വന്നിരിക്കുന്നത്. ഗ്രേഡ് ഫി. അപ്പം ഇതാണ് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് എൻ്റർ ചെയ്തിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് ഗ്രേഡ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം. അപ്പം നമുക്ക് ടോട്ടൽ വേണമെങ്കിൽ ടോട്ടലും ഇതിൻ്റെ കൂടെ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ടോട്ടലും കൂടി വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ എല്ലാ മാർക്സിന്റെയും പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രേഡ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മാർക്കിന്റെയും ഓരോ മാർക്കിന്റെയും ഗ്രേഡ് അല്ല. ഓരോ മാർക്കിന്റെയും ഗ്രേഡ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മാർക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ വരുന്ന പോലെ തന്നെ ഇംഗ്ലീഷിന് ഈ ഗ്രേഡ്, മാത്സിന് ഈ ഗ്രേഡ്, ഫിസിക്സിന് ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല. ഓക്കെ, കമ്പൈൽ ചെയ്തു, റൺ ചെയ്തിട്ടുണ്ട്. 56, 67, 78, 80 പല റേഞ്ചിലുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. 90. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 371 ആണ്. പെർസെൻറ്റേജ് 74.20 ആണ്. ഗ്രേഡ് സി ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിലെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഗ്രേഡും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ അൽഗോരിതം എഴുതുക. അൽഗോരിതം എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിനെ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.